ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം രുദ്രാസ്ത്ര, നാഗാസ്ത്ര, പിനാക ഈ പേരുകൾ ഓരോ ഭാരതീയനും അഭിമാനവുമാണ്, സുപരിചിതവുമാണ്. എന്നാൽ സത്യനാരായണ നുവാൾ എന്ന പേരും ആ വ്യക്തിയെയും അറിയുന്നവർ എത്ര പേരുണ്ടാകും? ചുരുക്കമായിരിക്കും. ഈ വീഡിയോ സത്യനാരായണ നുവാൾ ആരാണ് എന്നതിനെക്കുറിച്ചാണ്. സോളാർ ഇൻഡസ്ട്രീസ് എന്ന കമ്പനിയുടെ ഉടമ ഇപ്പോൾ ആത്മനിർഭർ ഭാരതിന്റെ ഭാഗമായത് എങ്ങനെ എന്ന് പറയാം. രാജസ്ഥാനിലെ ഭിൽവാര ജില്ലയിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച സത്യനാരായണ നുവാൾ വളരെ ചെറുപ്പം മുതൽ തന്നെ ഒരുപാട് സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ നേരിട്ട് വളർന്ന വ്യക്തിയാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം 4.6 ബില്യൺ ഡോളറിന്റെ, അതായത് ഏകദേശം 39,000 കോടി രൂപ ആസ്തിയുള്ള ഒരു കമ്പനിയുടെ ഉടമയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ കമ്പനിയായ സോളാർ ഇൻഡസ്ട്രീസ് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലാണ്. അതും ആത്മനിർഭർ ഭാരതിന്റെ ഭാഗമായി ഇന്ത്യയുടെ കരുത്തുറ്റ ആയുധങ്ങൾ നിർമ്മിക്കുന്ന വിവിധ കമ്പനികളുടെ ഉടമ. ആ ആയുധങ്ങളാണ് രുദ്രാസ്ത്ര, നാഗാസ്ത്ര, പിനാക. ഇനിയും പുതിയ ആയുധങ്ങളുടെ പണിപ്പുരയിലാണ് സത്യനാരായണ നുവാലിന്റെ ഉടമസ്ഥതയിലുള്ള സോളാർ ഇൻഡസ്ട്രീസ് ഇന്ത്യ. വളരെ ചെറിയ തുകയിൽ ബിസിനസ് ആരംഭിച്ച വ്യക്തിയാണ് അദ്ദേഹം. ഇപ്പോൾ കോടിക്കണക്കിന് ഡോളർ സ്വന്തമായുള്ള ബിസിനസ്സുകാരുടെ നിരവധി വിജയഗാഥകൾ ഇതുപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. എന്നാലും ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്ത ആ പ്രശ്നങ്ങളെ ഒരിക്കലും തന്റെ ബിസിനസ് വിജയം നേടാനുള്ള അഭിനിവേശത്തെ കെടുത്താതെ അതിനനുവദിക്കാതിരുന്ന ഒരാളെക്കുറിച്ചാണ് പറയേണ്ടത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് 60 ലക്ഷം രൂപ വായ്പയെടുത്ത് സോളാർ ഇൻഡസ്ട്രീസ് ഇന്ത്യ എന്ന പേരിൽ ഒരു ചെറിയ യൂണിറ്റ് സ്ഥാപിച്ചു. 10ാം ക്ലാസ്സിൽ വിജയിച്ചിട്ടില്ല. അങ്ങനെ പുറത്തുപോയ വിദ്യാർത്ഥിയാണ്. പക്ഷേ എന്തും പഠിച്ചെടുക്കാനുള്ള ഒരു കഴിവുണ്ട്, ബിസിനസ്സിലുള്ള ഒരു ആവേശവുമുണ്ട്. അതാണ് സത്യനാരായൺ നുവാലിനെ വ്യത്യസ്തനാക്കിയത്. അദ്ദേഹം ആദ്യം ആരംഭിച്ച 2 ബിസിനസ്സുകളും പരാജയപ്പെട്ടു. പക്ഷേ ആദ്യം മഷി നിർമ്മാണ യൂണിറ്റാണ് ആരംഭിച്ചത്, അത് പരാജയമായി. പിന്നീട് ട്രാൻസ്പോർട്ട് ബിസിനസ് ആരംഭിച്ചു, അതും പരാജയമായി. ഇതോടെ അദ്ദേഹം രാജസ്ഥാന് പകരം സ്ഥലം മാറ്റി മഹാരാഷ്ട്രയിലേക്ക് പോയി. ബിസിനസ്സുകാരുടെ പറദീസയാണ് മഹാരാഷ്ട്ര. അവിടെ പുതിയ പുതിയ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. കോൾ ഇന്ത്യ ലിമിറ്റഡിന് സ്ഫോടക വസ്തുക്കൾ വിതരണം ചെയ്തായിരുന്നു സത്യനാരായണയുടെ തുടക്കം. ഈ സ്ഫോടക വസ്തു ബിസിനസ്സിൽ നുവാൾ വിജയം നേടാൻ തുടങ്ങിയതിനു ശേഷം വെറും 1 വർഷത്തിനുള്ളിൽ അദ്ദേഹം 1 കോടി രൂപ നിക്ഷേപമുണ്ടാക്കി. വലിയ നിക്ഷേപം ചെറിയ പ്ലാന്റിന്റെ ഒരു വലിയ നിർമ്മാണ കേന്ദ്രമായി വളരാൻ സഹായിച്ചു. ഒടുവിൽ 1996 നുവാളിന്റെ കമ്പനിക്ക് പ്രതിവർഷം 6000 ടൺ സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാനുള്ള ലൈസൻസ് ലഭിക്കുന്നു. ഇത് കമ്പനിയെ വല്ലാത്തൊരു വളർച്ചയിലേക്കാണ് കൊണ്ടുപോയത്. കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ച് പറഞ്ഞാൽ രാജസ്ഥാനിലെ ഭിൽവാര ജില്ലയിൽ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ്. ധാരാളം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിട്ട് ജീവിച്ച വ്യക്തിയാണ്. അച്ഛൻ ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് കുടുംബം പോറ്റാൻ കഷ്ടപ്പെട്ട വ്യക്തിയായിരുന്നു. മാത്രമല്ല, കുടുംബം നേരിട്ട ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണമാണ് 10ാം ക്ലാസ്സിൽ കഴിഞ്ഞിട്ട് സത്യനാരായണ നുവാലിന് പഠനം തുടരാൻ കഴിയാതെ പോയത്. എന്തായാലും അദ്ദേഹത്തിന്റെ ആ ലക്ഷ്യബോധത്തോടു കൂടി അദ്ദേഹം മുന്നോട്ട് പോയത് കൊണ്ട് തന്നെ ഇന്ന് വലിയൊരു സ്ഥാപനത്തിന്റെ ഭാഗമാകാൻ, വലിയൊരു സ്ഥാപനത്തിന്റെ ഉടമയാകാൻ അദ്ദേഹത്തിന് കഴിയുന്നു. ഒപ്പം ഭാരതത്തിന്റെ അഭിമാനമായി മാറുകയാണ്. സത്യനാരായണ നുവാലിനെ കുറിച്ച് സ്വകാര്യമായി പറയുകയാണെങ്കിൽ 19ാം വയസ്സിൽ വിവാഹിതനായത്രേ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ കാലത്ത് വീട് വാടകയ്ക്ക് എടുക്കാൻ സത്യനാരായണന് മതിയായ പണമില്ലായിരുന്നു. അതിനാൽ അദ്ദേഹം ആ സമയത്ത് ജീവിക്കാൻ വേണ്ടി പേനകൾ വിറ്റ് പോലും നടന്നിട്ടുണ്ട്. സോളാർ ഇന്ത്യ നാഗാസ്ത്ര 1, നാഗാസ്ത്ര 2, രുദ്രാസ്ത്ര, പിനാക പിറക്കുന്ന ഇടം. പിന്നീടാണ് അദ്ദേഹം പ്രതിരോധ മേഖലയിലേക്ക് തിരിഞ്ഞത്. സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാനുള്ള ലൈസൻസ് കിട്ടിയതോടെ പ്രതിരോധ മേഖലയിലെ ബന്ധങ്ങൾ വളർന്നു. ഇതാണ് പിന്നീട് ആത്മനിർഭർ ഭാരതിന്റെ ഭാഗമായി സ്വന്തം രാജ്യത്തിനു വേണ്ടിയുള്ള ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള പ്രതിരോധ പദ്ധതിയിലേക്ക് എത്തിച്ചത്. ഇന്ന് അദ്ദേഹം നാഗാസ്ത്ര 1, നാഗാസ്ത്ര 2, രുദ്രാസ്ത്ര, ഡ്രോണുകൾക്ക് ആവശ്യമായ സ്ഫോടക വസ്തുക്കൾ നിറച്ച പേലോഡുകൾ, ഷെല്ലുകൾ എന്നിവ നിർമ്മിക്കുന്നു. പാകിസ്ഥാനെതിരായ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇദ്ദേഹത്തിന്റെ കമ്പനികൾ നിർമ്മിച്ച നാഗാസ്ത്ര എന്ന ലോയിറ്റർ മ്യൂണിഷൻ വിഭാഗത്തിൽപ്പെട്ട ഡ്രോണുകൾ ഉപയോഗിച്ചിരുന്നു. അത് വലിയ വിജയവുമായിരുന്നു. ഉയർന്ന കൃത്യതയോടെ ശത്രുപക്ഷത്ത് നാശം വിതയ്ക്കാൻ കഴിയുന്ന, ഒരു മനുഷ്യന് താങ്ങാൻ കഴിയാവുന്ന ഭാരമുള്ള ഡ്രോണാണിത്. ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കാവുന്ന ഡ്രോണാണിത്. ശത്രുപക്ഷത്തെ ലക്ഷ്യം നിർണയിച്ചു കഴിഞ്ഞാൽ അതിന് ചുറ്റും പറക്കുകയും പിന്നിൽ ആ ലക്ഷ്യത്തിലേക്ക് പറന്നിറങ്ങി പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്ന ഡ്രോൺ ആണിത്. അടയാളപ്പെടുത്തിയ ശത്രു സങ്കേതത്തിൽ വളരെ കൃത്യമായി പറന്നിറങ്ങാനുള്ള ശേഷി നൽകാൻ ഡ്രോണിനെ GPS-മായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. അതിനെ കുറച്ചുകൂടി മെച്ചപ്പെട്ടതാണ് നാഗാസ്ത്ര 2. അടുത്ത തലമുറയിൽപ്പെട്ട ലോയിറ്ററിംഗ് മ്യൂണിഷനാണ് നാഗാസ്ത്ര 2. എവിടെ നിന്നും തൊടുക്കാൻ സാധിക്കും. 25 കിലോമീറ്റർ വരെ അകലെയുള്ള ശത്രു സങ്കേതത്തിൽ ചെന്ന് 2 കിലോഗ്രാം വരെയുള്ള സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് ഉഗ്ര സ്ഫോടനം നടത്താൻ നാഗാസ്ത്ര 2-ന് ശേഷിയുണ്ട്. കമ്മ്യൂണിക്കേഷൻ കൺട്രോൾ, പേലോഡ് തൊടുക്കാനുള്ള സംവിധാനം, ഇതെല്ലാം ചേർന്ന് വെറും 20 കിലോഗ്രാം മാത്രമേ ഭാരമുള്ളൂ എന്നതിനാൽ പട്ടാളക്കാർക്ക് മുതുകിൽ ഒരു ബാക്ക് പാക്ക് പോലെ ചുമന്ന് നടക്കാം. അതുപോലെ 50 കിലോമീറ്റർ വരെ അകലെയുള്ള ശത്രു രാജ്യത്തിന്റെ അതിർത്തിയിൽ സൈനികരെ ശരിപ്പെടുത്താൻ കഴിയുന്ന രുദ്രാസ്ത്ര എന്ന ആധുനിക ഡ്രോണും സോളാർ നിർമ്മിക്കുകയും പരീക്ഷണം നടത്തി ഇന്ത്യൻ സേനയുടെ അംഗീകാരം നേടുകയും ചെയ്തിട്ടുണ്ട്.
DRDO വികസിപ്പിച്ച പിനാക റോക്കറ്റ് കേന്ദ്ര സർക്കാർ സ്ഥാപനമായ മ്യൂണിഷൻ ഇന്ത്യ ലിമിറ്റഡുമായി ചേർന്ന് സോളാർ ഇൻഡസ്ട്രീസ് ഇന്ത്യൻ സേനയ്ക്ക് വേണ്ടി നിർമ്മിച്ചു നൽകുന്നുണ്ട്. പാകിസ്ഥാന്റെ മിസൈൽ ആക്രമണത്തെ തടയാൻ ഫലപ്രദമായി സഹായിച്ചതാണ് പിനാക റോക്കറ്റ്. എന്തായാലും സത്യനാരായണ നുവാളിന് അഭിമാനിക്കാം. ഓപ്പറേഷൻ സിന്ദൂറും അതുപോലെ ശത്രുക്കളെ കടത്തിവെട്ടുന്ന ഇന്ത്യൻ സേനയുടെ പ്രകടനം കാണുമ്പോൾ ഇതെല്ലാം എൻ്റെ സ്ഥാപനത്തിൽ ഉണ്ടാക്കിയ ആയുധങ്ങളാണ് എന്നോർത്ത്. ന്യൂസ് ഡെസ്ക് കർമ്മസ്.